ഗുഡ് ഈവനിംഗ്. ഞാൻ ക്രിസ്റ്റിന ചെറിയാൻ. ഇതുവരെ സംഭവിച്ച വാർത്തകളുടെ സമഗ്രമായ വിശകലനം പ്രൈം ടൈം ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. കോഴിക്കോട് പന്തീരാങ്കാവിൽ നവവധുവിനെ മർദ്ദിച്ച കേസിൽ പ്രതി രാഹുലിനെതിരെ വധശ്രമക്കുറ്റം ചുമത്തി. രാഹുൽ ഒളിവിൽ പോയെന്ന സംശയം. നവവധുവിനെ ഭർത്താവ് മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസെടുക്കാൻ വിമുഖത കാണിച്ചെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് മിഥില ബാലൻ ചേരുന്നു. മിഥില, ഒടുവിൽ നടപടിയുണ്ടാകുന്നു. മനുഷ്യാവകാശ കമ്മീഷന്റെ സ്വമേധയാ ഉള്ള കേസെടുക്കുന്നു. അതേപോലെ തന്നെ വധശ്രമത്തിന് രാഹുലിനെതിരെ കേസെടുക്കാനും ഇപ്പോൾ പോലീസ് തയ്യാറായി എന്ന് പറയുന്നു. മുൻപ് ഉണ്ടായ ഒരു വെർഷൻ മാധ്യമങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇത്തരം സംഭവങ്ങളെന്നാണല്ലോ. തീർച്ചയായും ക്രിസ്റ്റിന, പരാതി ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് പോലീസ് ഇത്തരം നടപടികൾ വേഗത്തിലാക്കിയത്. ഈ കുടുംബം ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ആരോപണമെന്നത് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ കൃത്യമായ നടപടി ഉണ്ടായില്ല, വേഗത്തിൽ കേസെടുത്തില്ല തുടങ്ങിയ പരാതികളായിരുന്നു. ഈ ഒരു പരാതി വലിയ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ വധശ്രമത്തിന് കേസെടുത്തിട്ടുള്ളത്. സ്ത്രീധന പീഡന കുറ്റവും ചുമത്തിയിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷനും ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. ഈ പെൺകുട്ടിയുടെ പരാതിയിലുണ്ടായിരുന്ന കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പന്തീരങ്കാവ് സ്റ്റേഷനിൽ എത്തുന്നു, പരാതി കൊടുക്കുന്നു, എന്നാൽ കൃത്യമായി കേസെടുക്കുന്നില്ല. ആ ഒരു പരാതിയിലാണിപ്പോൾ പന്തീരങ്കാവ് SHOക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ 15 ദിവസത്തിനകം ഈ പരാതി അന്വേഷിച്ച് മനുഷ്യാവകാശ കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിക്കണം. അടുത്ത മാസം ചേരുന്ന സിറ്റിംഗിൽ ഈ കേസ് പരിഗണിക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് കേട്ടതാണ് ആ പെൺകുട്ടിയുടെ വാക്കുകൾ. കൊടിയ പീഡനം, മർദ്ദനം എല്ലാമായിരുന്നു ആ 7 ദിവസം ആ വീട്ടിൽ സഹിക്കേണ്ടി വന്നത്. മൊബൈലിന്റെ ചാർജർ കേബിൾ കഴുത്തിൽ കുടുക്കി അത്രയും പീഡനം ആ കുട്ടി അനുഭവിക്കേണ്ടി വന്നു. എന്നിട്ട് പോലും വധശ്രമത്തിന് കേസെടുത്തില്ല. വെറും ഗാർഹിക പീഡനം മാത്രമായിരുന്നു ചുമത്തിയിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു വ്യാപകമായി പരാതി ഉയർന്നത്. ഈ ഒരു പരാതി ഉയർന്ന പോലീസിനെതിരെ പരാതി ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വേഗത്തിലുള്ള നടപടിയിലേക്ക് പോലീസ് പോയത്, കൂടുതൽ വകുപ്പുകൾ ചുമത്തിയിട്ടുള്ളത്. ഇനി പെൺകുട്ടിയെ അന്ന് പരിശോധിച്ച ഡോക്ടറുടെ മൊഴിയെടുക്കണം, പെൺകുട്ടിയുടെ കൂടുതൽ മൊഴി രേഖപ്പെടുത്തണം. അതെല്ലാം തന്നെ നാളെയും മറ്റന്നാളുമായി ഉണ്ടാകും. വേഗത്തിലുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുന്നു. മാത്രമല്ല, പ്രതി രാഹുൽ രക്ഷപ്പെട്ടോ എന്ന ഒരു സംശയം പോലീസിനുണ്ട്. ഇപ്പോൾ നിലവിൽ പോലീസിന്റെ അന്വേഷണത്തിൽ രാഹുൽ എവിടെയാണുള്ളതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒളിവിലാണെന്ന സൂചനയാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭ്യമാവുന്നത്. ക്രിസ്റ്റീന. ശരി, മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് പന്തീരാങ്കാവിലെ ഭർതൃവീട്ടിൽ നേരിട്ട ക്രൂരതകൾ 24-നോട് തുറന്നു പറഞ്ഞ് പരാതിക്കാരി. കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടാണ് ഭർത്താവ് രാഹുൽ മർദ്ദിച്ചത്. മൊബൈൽ ഫോൺ ചാർജറിന്റെ കേബിൾ കഴുത്തിൽ കുരുക്കി കൊല്ലാൻ ശ്രമിച്ചിട്ടും വീട്ടിലെ മറ്റുള്ളവർ തടഞ്ഞില്ലെന്നും യുവതി പറഞ്ഞു. പരാതിയുമായി എത്തിയപ്പോൾ പോലീസ് മോശമായി പെരുമാറിയെന്ന് യുവതിയുടെ മാതാവ് ആരോപിച്ചു. കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. വിവാഹം കഴിഞ്ഞത് മെയ് 5-ന്. ദിവസങ്ങൾക്കുള്ളിൽ യുവതി നേരിട്ടത് ക്രൂരപീഡനം. രാഹുലും അയാളുടെ മാതാവും രാവിലെ ചില ചർച്ചകൾ നടത്തി. രാത്രി മുറിയിലെത്തിയ രാഹുൽ വാതിലടച്ച് മർദ്ദിച്ചു. കാറും പണവും ആവശ്യപ്പെട്ടായിരുന്നു ഇത്. കേബിൾ കഴുത്തിൽ കുരുക്കി കൊല്ലാൻ ശ്രമിച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല. രാഹുൽ ലഹരിക്കടിമയാണെന്ന് സംശയമുണ്ടെന്നും യുവതി. കൈമുഷ്ടി വെച്ചിട്ട് എൻ്റെ തലയുടെ ഇവിടെ സൈഡിൽ ഇടിച്ചു, പിന്നെ ബാക്കിൽ ഇടിച്ചു, പിന്നെ നെറ്റിയുടെ ഇവിടെ ആ മുഷ്ടി വെച്ചിട്ട് തന്നെ ഇടിച്ചു. പിന്നെ ചാർജറിൻ്റെ കേബിൾ വെച്ചിട്ട് കഴുത്ത് മുറുക്കി കൊല്ലാൻ നോക്കിയായിരുന്നു എന്നെ. പിന്നെ കുരിശ് നിർത്തിയിട്ട് പുറത്ത് ഇടിച്ചായിരുന്നു. പരാതിയുമായി ചെന്നപ്പോൾ പന്തീരാങ്കാവ് പോലീസ് മോശമായി പെരുമാറിയെന്നും നീതി ലഭിച്ചില്ലെന്നും യുവതിയുടെ മാതാവ്. ഒരു പെൺകുട്ടിയും തന്നെയല്ല, ഈ ലോകത്തുള്ള ഓരോ വ്യക്തിക്കും മനുഷ്യനെയും നീതി കിട്ടണം. ആ നീതി പക്ഷേ അവർ തന്നില്ല. അവർക്ക് അവൻ പൈസ കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ നിന്ന് ആസ്പത്രിയിൽ ചെല്ലുമ്പോൾ ഇവനും ഇവന്റെ ഫ്രണ്ട്സും അവിടെ ഉണ്ട്. അവരുടെ തോളത്ത് കൈയിട്ടാണ് പോലീസുകാർ നടക്കുന്നത്. പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. എന്നെ ഞെട്ടിച്ച കാര്യം, പോലീസ് വളരെ നിസ്സംഗരായിട്ടാണ് പെരുമാറിയത്. ഈ CI അദ്ദേഹത്തെ കളിയാക്കിയായിരുന്നെന്നാണ് എന്നോട് പറഞ്ഞത്, പരിഹസിക്കായിരുന്നെന്നാണ് എന്നോട് പറഞ്ഞത്. പരാതിക്കാരിക്ക് നിയമസഹായം ഉൾപ്പെടെ എല്ലാ പിന്തുണയും നൽകുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ വനിതയുടെ ബന്ധുക്കളുമായി ആശയവിനിമയം നടത്തി. യുവതിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. പരാതിക്കാരിയെ പരിശോധിച്ച ഡോക്ടറുടെ മൊഴിയും രേഖപ്പെടുത്തും. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. 24 കൊച്ചി. കട്ടപ്പന ഇരട്ടയാറിൽ പോക്സോ കേസ് അതിജീവിതയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കഴുത്തിൽ ബെൽറ്റ് കുരുക്കിയ നിലയിലാണ് മൃതദേഹം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇരട്ടയാറിലെ വീട്ടിലെ കിടപ്പുമുറിയിലാണ്
പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ 11 മണിയോടെ പെൺകുട്ടിയുടെ മാതാവാണ് മൃതദേഹം ആദ്യം കണ്ടത്. ഉടൻ പോലീസിൽ വിവരമറിയിച്ചു. ഇന്ന് രാവിലെ ഒരു 10:30 ഈ വിവരം ഞങ്ങളെ അറിയിക്കുന്നത്. ഞങ്ങളിവിടെ വരുമ്പോൾ ഈ കുട്ടി ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് മരിച്ചു കിടക്കുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. ഈ ദിവസങ്ങളിൽ ഇവിടെ പല ആളുകളും വന്നു പോകുന്നതായിട്ട് ഇവിടുത്തെ അയൽവാസികൾ വിളിച്ചു പറഞ്ഞിരുന്നു. കഴുത്തിൽ ബെൽറ്റ് ചുറ്റിയ നിലയിലായിരുന്നു മൃതദേഹം. ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വീടിന് സമീപത്തെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഏകദേശം 11:00 കുട്ടിയെ മരിച്ച നിലയിൽ വീട്ടിൽ കാണുന്നത്. അമ്മയാണ് കാണുന്നത്. അതിനുശേഷം ഉടനെ പോലീസ് എത്തുകയും ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം കൂടി നടക്കും. അന്വേഷണം നടക്കുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പിന്നീട് അപ്ഡേറ്റ് ചെയ്യും. നിലവിൽ 18 വയസ്സുള്ള പെൺകുട്ടി 2 വർഷം മുൻപ് ലൈംഗിക അതിക്രമം നേരിട്ടിരുന്നു. ഈ കേസിൽ വിചാരണ നടക്കുന്നതിനിടെയാണ് പെൺകുട്ടിയുടെ മരണം. 24 ഇടുക്കി. തിരുവനന്തപുരം മാറനല്ലൂരിൽ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുവളശ്ശേരി സ്വദേശി ജയയാണ് മരിച്ചത്. മദ്യപാനിയായ മകന്റെ മർദ്ദനത്തെ തുടർന്നാണ് മരണമെന്ന സംശയത്തെ തുടർന്ന് മകൻ ബിജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പരിശോധനയിൽ ജയയുടെ ദേഹത്ത് മർദ്ദനമേറ്റതിന്റെ പാടുകളും രക്തക്കറയും കണ്ടെത്തി. രാവിലെ 9:30 അയൽവാസികൾ ജയയെ തിരക്കി വന്നപ്പോഴാണ് കിടപ്പുമുറിയിൽ കട്ടിലിൽ കിടക്കുന്നത് കാണുന്നത്. വിളിച്ചിട്ട് അനക്കമില്ലാത്തതിനാൽ നാട്ടുകാർ വാർഡ് മെമ്പറെയും മാറനല്ലൂർ പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു. ഈ സമയം ഇവരുടെ മകൻ ബിജു എന്ന് വിളിക്കുന്ന അപ്പു വീട്ടിൽ തന്നെയുണ്ടായിരുന്നു. മകൻ ബിജു സ്ഥിരം മദ്യപാനിയാണെന്നും മുമ്പ് അമ്മയെ മർദ്ദിക്കാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. പോലീസ് പരിശോധനയിൽ ജയയുടെ ദേഹത്ത് മർദ്ദനമേറ്റതിന്റെ പാടുകളും രക്തക്കറയും കണ്ടെത്തി. മകന്റെ മർദ്ദനത്തെ തുടർന്നാണ് ജയ മരിച്ചതെന്ന സംശയത്തെ തുടർന്നാണ് ബിജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഫോറൻസിക് വിദഗ്ധർ വീട്ടിലെത്തി പരിശോധന നടത്തി. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മാറനല്ലൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. 24 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന പിതാവ് മരിച്ചു. മലയൻകീഴ് പൊറ്റയിൽ സ്വദേശി രാജേന്ദ്രനാണ് മകൻ രാജേഷിന്റെ മർദ്ദനത്തെ തുടർന്ന് മരിച്ചത്. ഈ മാസം 4-നായിരുന്നു സംഭവം. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. തടികൊണ്ട് രാജേന്ദ്രന് തലയ്ക്കടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ടോടെ മരണം സംഭവിക്കുകയായിരുന്നു. മകൻ രാജേഷിനെ മലയൻകീഴ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. RMP നേതാവ് KS ഹരിഹരനെ ഭീഷണിപ്പെടുത്തിയ സംഘം സഞ്ചരിച്ച കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തേഞ്ഞിപ്പലം സ്വദേശി ഷിബിൻലാൽ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് കാർ. ഹരിഹരന്റെ പരാതിയിലാണ് പോലീസ് നടപടി. ഹരിഹരന്റെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് പോലീസ് അറിയിച്ചു. മിൽമ തിരുവനന്തപുരം മേഖലയിലെ തൊഴിലാളി സമരം ഒത്തുതീർപ്പായി. രാത്രി 12 മണി മുതലുള്ള ഷിഫ്റ്റിൽ ജീവനക്കാർ ജോലിക്ക് പ്രവേശിക്കും. സ്ഥാനക്കയറ്റം ആവശ്യപ്പെട്ടായിരുന്നു ജീവനക്കാരുടെ സമരം. ഇക്കാര്യത്തിൽ മിൽമ ബോർഡ് നാളെ യോഗം ചേർന്ന് തീരുമാനമെടുക്കുമെന്ന് തിരുവനന്തപുരം മേഖലാ യൂണിയൻ ചെയർപേഴ്സൺ മണി വിശ്വനാഥ് അറിയിച്ചു. ഇന്നലെ അഭിമുഖം തടഞ്ഞതിന് 40 തൊഴിലാളികൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. കേസ് പിൻവലിക്കുന്ന കാര്യത്തിലും നാളെ തീരുമാനമുണ്ടാവും. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിരുന്ന് അത് ഒത്തുതീർത്ത് അവരെ സമരമുഖത്തു നിന്നും മാറാമെന്നും തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും സജീവമായിട്ടുണ്ടാകുമെന്നും തൊഴിലാളികൾക്ക് വേണ്ടി നേതാക്കന്മാർ പറയുകയുണ്ടായി. ഞങ്ങളുടെ എല്ലാവരുടെ കൂടെ ചർച്ചയിൽ ഞങ്ങൾ വൻ വിജയത്തിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നാളെ മുതൽ പ്ലാന്റിൽ പണി നടക്കും. നാളെ ബോർഡ്, ഞങ്ങളുടെ ഒരു ബോർഡ് ഞങ്ങളുടെ നാളെ ഉണ്ട്. ബോർഡിൽ കൂടി തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് ബോർഡിലെ അറിയിക്കേണ്ട കാര്യമുണ്ടല്ലോ. നമ്മൾ ബോർഡിൽ കൂടെ ഒന്ന് ചർച്ച ചെയ്തിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും കാര്യങ്ങളെല്ലാം വിശദമാക്കും. പത്രിക സമർപ്പിച്ച് നരേന്ദ്രമോദി. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. In association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് ഇന്ത്യ UAE. MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ള BJP മുഖ്യമന്ത്രിമാരുടെയും കേന്ദ്രമന്ത്രിമാരുടെയും സാന്നിധ്യത്തിലായിരുന്നു പത്രികാ സമർപ്പണം. ഗംഗാമാതാവ് തന്നെ ദത്തെടുത്തെന്നും കാശിയിലെ ജനങ്ങളുടെ സ്നേഹം തന്നെ ബനാറസിയനാക്കി മാറ്റിയെന്നും നരേന്ദ്രമോദി പറഞ്ഞു.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പ്രൗഢഗംഭീരമായാണ് BJP സംഘടിപ്പിച്ചത്. കേന്ദ്രമന്ത്രിമാരും വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും NDA ഘടകകക്ഷി നേതാക്കളും വാരണാസിയിൽ നരേന്ദ്രമോദിയെ അനുഗമിച്ചു. നാമനിർദ്ദേശ പത്രികാ സമർപ്പണ ദിവസത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിപാടികൾ ആരംഭിച്ചത് ഗംഗയിൽ നിന്നാണ്. ആരതിയർപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാലഭൈരവ ക്ഷേത്രത്തിലും തുടർന്ന് സന്ദർശനം നടത്തി. കാശിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് ഏറെ വികാരാധീനനായാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. लोकसभा में स्थान भरने के लिए अभ्यर्थी के रूप में नाम निर्देशित हुआ. 2014 മുതൽ മൂന്നാം തവണയാണ് മോദി വാരണാസിയിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. 2014 56.37% വോട്ടുകളും 2019 63.62% വോട്ടുകളുമാണ് മോദി നേടിയത്. പൊളിറ്റിക്കൽ ഡെസ്ക് 24. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 3 കോടി 2 ലക്ഷം രൂപയുടെ സ്വത്ത് വാരാണസി ലോക്സഭാ മണ്ഡലത്തിൽ നൽകിയ നാമനിർദ്ദേശ പത്രികയിലാണ് സ്വത്ത് വിവരങ്ങൾ നരേന്ദ്രമോദി വിശദീകരിച്ചത്. ഭാര്യ യശോദാബെന്നിന്റെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ച് അറിയില്ലെന്ന് പത്രികയിൽ പറയുന്നു. ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ സംയുക്ത റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ച് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും തങ്ങളുടെ ശത്രു ആരാണെന്ന് കർഷകർക്ക് അറിയാമെന്നും ഈ തെരഞ്ഞെടുപ്പിൽ പകരം ചോദിക്കുമെന്നും അഖിലേഷ് യാദവ് പറഞ്ഞു. ഭരണഘടന തകർക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ലെന്ന് രാഹുൽ ഗാന്ധി. ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ റോഡ് ഷോ നടത്തി. ഉത്തർപ്രദേശിലെ ബന്ദേൽഖണ്ഡ് മേഖലയിലെ ആദ്യ സംയുക്ത റാലിയിൽ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും പ്രധാനമന്ത്രിക്കെതിരായ കുറ്റപത്രം നിരത്തി. രാജ്യത്തെ ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യ നടന്നത് ഉത്തർപ്രദേശിലാണെന്നും ഈ തെരഞ്ഞെടുപ്പിൽ കർഷകർ പ്രതികാരം ചെയ്യുമെന്നും അഖിലേഷ് യാദവ്. बुंदेलखंड के लोग भारतीय जनता पार्टी का अहंकार का खंड खंड कर देंगे इस बार. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ വിശദീകരിച്ച രാഹുൽ ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിച്ചാൽ GST ഭേദഗതി ചെയ്യുമെന്നും അഗ്നിവീർ പദ്ധതി ചവറ്റുകുട്ടയിലെറിയുമെന്നും ഉറപ്പു നൽകി. BJP RSS नरेंद्र मोदी इस किताब को खत्म करना चाहते हैं, नष्ट करना चाहते हैं, फाड़ के फेंक देना चाहते हैं. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇടക്കാല ജാമ്യം ലഭിച്ച ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ റോഡ് ഷോ നടത്തി. പ്രിയങ്ക ഗാന്ധി വ്യാഴാഴ്ച വരെ അമേഠി റായ്ബറേലി മണ്ഡലങ്ങളിൽ പ്രചാരണം തുടരും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഉത്തർപ്രദേശിലെ 2 പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തു. 24 ഡൽഹി. രാജ്യത്ത് LTTEക്കുള്ള നിരോധനം നീട്ടി കേന്ദ്ര സർക്കാർ. 5 വർഷത്തേക്കാണ് നിരോധനം നീട്ടിയത്. ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കി. രാജീവ് ഗാന്ധി വധത്തിന് ശേഷം നിരോധിച്ചതാണ് സംഘടന. പിന്നീട് ഓരോ ഘട്ടത്തിലും നിരോധനം നീട്ടുകയായിരുന്നു. അടുത്തിടെ വേലുപ്പിള്ള പ്രഭാകരൻ മരിച്ചിട്ടില്ലെന്ന വാദങ്ങളും പിന്നാലെ പ്രഭാകരന്റെ മകളുടേതെന്ന പേരിൽ പുറത്തിറങ്ങിയ ശബ്ദ സന്ദേശവുമെല്ലാം സംഘടന ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാണെന്ന് വിലയിരുത്തലുകളുണ്ട്. തമിഴ്നാട് കേന്ദ്രീകരിച്ച് യുവാക്കൾക്കിടയിൽ സംഘടനയെ വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ാണ് സൂചന. LTTE ഇന്ത്യ വിരുദ്ധ പ്രചാരണം തുടരുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ആന്ധ്രാപ്രദേശിൽ TDP സ്ഥാനാർത്ഥിക്ക് നേരെ ആക്രമണം. ചന്ദ്രഗിരിയിലെ TDP സ്ഥാനാർത്ഥി പുലവർത്തി നാനിക്കിനെയാണ് ആക്രമിച്ചത്. മുഖത്തും തലയ്ക്കും പരിക്കേറ്റ നാനിക്കിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പത്മാവതി വിമൻ യൂണിവേഴ്സിറ്റിയിലെ സ്ട്രോങ് റൂം സന്ദർശിക്കാനെത്തിയ നാനിക്കിനെ കാർ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. കാറിന്റെ ചില്ലുകൾ തകർന്നു. ആക്രമണത്തിന് പിന്നിൽ YSR കോൺഗ്രസ് നേതാവ് ഭാസ്കര റെഡ്ഡിയാണെന്ന് TDP ആരോപിച്ചു. മഞ്ഞപ്പിത്തത്തെ പ്രതിരോധിക്കാം. മഞ്ഞപ്പിത്ത വ്യാപനത്തെ തുടർന്ന് മലപ്പുറം, എറണാകുളം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കാൻ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. വേങ്ങൂരിൽ രോഗബാധിതരുടെ ചികിത്സാ സഹായത്തിനായി പഞ്ചായത്ത് തല സമിതി രൂപീകരിച്ചു. രോഗവ്യാപനത്തിന് കാരണം ശുദ്ധജല വിതരണത്തിലെ വീഴ്ച തന്നെയാണോ എന്നതിൽ സംശയമുണ്ടെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് പ്രതികരിച്ചു. സംസ്ഥാനത്ത് മഞ്ഞപ്പിത്ത രോഗബാധ രൂക്ഷമായ സാഹചര്യത്തിലാണ് പ്രതിരോധ അവബോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് ആരംഭിച്ചത്. ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ മലപ്പുറം, എറണാകുളം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ പ്രതിരോധ നടപടികൾ ശക്തമാക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. 4000 കേസുകൾ റിപ്പോർട്ട് ചെയ്ത മലപ്പുറം ജില്ലയിൽ 600 ആക്റ്റീവ് കേസുകളാണ് നിലവിലുള്ളത്. ഭക്ഷണ സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ മലപ്പുറത്ത് വ്യാപക പരിശോധന ആരംഭിച്ചു. രോഗബാധിത പ്രദേശങ്ങളിലെ കുടിവെള്ള സ്രോതസ്സുകളിൽ
ക്ലോറിനേഷൻ നടത്തുന്നതിനൊപ്പം എല്ലാ ഹോട്ടലുകളോടും റെസ്റ്റോറന്റുകളോടും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം നൽകാനും ആരോഗ്യവകുപ്പ് ഇതിനിടെ നിർദ്ദേശം നൽകി. മഞ്ഞപ്പിത്തത്തിന് സ്വയം ചികിത്സ പാടില്ലെന്നും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ശാസ്ത്രീയ ചികിത്സ തേടണമെന്നും മുന്നറിയിപ്പുണ്ട്. അതേസമയം എറണാകുളം വേങ്ങൂരിൽ മഞ്ഞപ്പിത്ത വ്യാപനത്തിന് കാരണക്കാർ വാട്ടർ അതോറിറ്റിയാണെന്ന് ആരോപിച്ച് വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. അവിടെ ഒരു ക്ലോറിനേഷൻ നടക്കുകയോ, സാധാരണ ആളുകളുടെ ജീവന് കുടിവെള്ളമാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ആ കുടിവെള്ളത്തിൽ നമ്മൾ ക്ലോറിൻ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണെങ്കിൽ പോലും അവരൊന്നും തിരിഞ്ഞു നോക്കാതെ ശ്രദ്ധിക്കാതെ ജനങ്ങളെ മരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുക. അതേസമയം എറണാകുളം വേങ്ങൂരിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിൽ നിന്ന് തന്നെയാണോ രോഗബാധയുണ്ടായതെന്ന് സംശയമുള്ളതായി ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പഞ്ചായത്തിന്റെ ചില ജലവിതരണ പദ്ധതികളും ഇവിടെ ജനങ്ങൾ ആശ്രയിക്കുന്നതായാണ് ന്യായീകരണം. ഇതിനിടെ വേങ്ങൂരിൽ രോഗബാധിതരുടെ ചികിത്സാ സഹായമടക്കമുള്ള കാര്യങ്ങൾക്കായി പഞ്ചായത്ത് തലത്തിൽ സമിതി രൂപീകരിച്ചു. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. അടുത്ത ഒരാഴ്ച മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലും മറ്റന്നാൾ പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് BG റോഡിൽ കനത്ത മഴയിൽ വീട് തകർന്നു. കൈതക്കുഞ്ഞി വയലിൽ താമസിക്കുന്ന PK ഹരീഷിന്റെ വീടിന്റെ മേൽക്കൂരയാണ് തകർന്നത്. മാവൂർ മേച്ചേരിക്കുന്നിൽ പുലർച്ചെയുണ്ടായ കാറ്റിൽ വീടിന് മുകളിൽ റബ്ബർ മരം ഒടിഞ്ഞു വീണ വീട് ഭാഗികമായി തകർന്നു. മേച്ചേരിക്കുന്ന് അങ്കണവാടിയുടെ സംരക്ഷണ മതിലും ഇടിഞ്ഞു വീണു. വേനൽ മഴയ്ക്ക് പിന്നാലെ കാലവർഷവും ഉടനെത്തിയേക്കും. മെയ് 19 കാലവർഷം ആൻഡമാനിലെത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 24 തിരുവനന്തപുരം. ഗുണ്ടകളുടെ ആഘോഷം. തൃശൂരിൽ ആവേശം സിനിമാ മോഡൽ പാർട്ടി നടത്തി ഗുണ്ടാത്തലവൻ. ജയിൽ മോചിതനായ സന്തോഷത്തിൽ കൊലക്കേസ് പ്രതി അനൂപാണ് പാർട്ടി സംഘടിപ്പിച്ചത്. കൊടും ക്രിമിനലുകളടക്കം 60ഓളം പേർ പാർട്ടിയിൽ പങ്കെടുത്തു. പാർട്ടിയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. മുതൽ വിയ്യൂർ സെൻട്രൽ ജയിലിൽ കൊലക്കേസ് വിചാരണ തടവുകാരനായിരുന്നു അനൂപ്. കേസിൽ കോടതി കുറ്റവിമുക്തനാക്കിയതിന്റെ സന്തോഷത്തിലായിരുന്നു പാർട്ടി. തൃശൂർ കുറ്റൂരിലെ അനൂപിന്റെ വീടിന് സമീപത്തെ കോൾപ്പാട ശേഖരത്തായിരുന്നു കുപ്രസിദ്ധ ഗുണ്ടകൾ ഉൾപ്പെടെ 60 പേർ പങ്കെടുത്ത പാർട്ടി. കൂട്ടത്തിലൊരാൾ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ ഇപ്പോൾ വീരാരാധന പരിവേഷത്തോടെ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയാണ്. തടവിൽ കഴിയുന്നതിനിടെയാണ് പിതാവ് മരിച്ചതെന്നും അന്ന് മരണാനന്തര ചടങ്ങുകൾ നടത്താനാകാത്തതിനാൽ സുഹൃത്തുക്കൾക്ക് ഇപ്പോൾ ഭക്ഷണമൊരുക്കുകയുമായിരുന്നുവെന്ന് ഗുണ്ടാ നേതാവ് അനൂപ് 24-നോട് പറഞ്ഞു. അച്ഛൻ മരിച്ചിട്ട് 4-5 മാസമായി. അപ്പൊ ഞാൻ ജയിലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു പരിപാടി നടത്താൻ പറ്റിയില്ലേ. വീഡിയോയിൽ കാണുന്ന നിങ്ങൾ മദ്യം കുപ്പി വന്നിട്ടുണ്ടായില്ല. അത് തൃശ്ശൂരിൽ നിന്ന് വെള്ളപ്പം മേടിച്ചതാണ്. 4 കൊലപാതക കേസുകളിലും കൊട്ടേഷൻ കേസുകളിലും പ്രതിയാണ് അനൂപ്. വിഷയത്തിൽ പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. 24 തൃശൂർ. മുംബൈയിൽ പരസ്യ ബോർഡ് നിലം പതിച്ചുണ്ടായ അപകടത്തിൽ മരണം 14ആയി. ദുർബലമായ തറയിലാണ് കൂറ്റൻ പരസ്യ ബോർഡ് സ്ഥാപിച്ചതെന്നാണ് കണ്ടെത്തൽ. ബോർഡ് സ്ഥാപിച്ച കമ്പനിക്കെതിരെ പോലീസ് കേസെടുത്തു. ഘാട്ട്കോപ്പറിലെ ഭാരത് പെട്രോളിയം പമ്പിന് മുകളിലേക്കാണ് ഇന്നലെ വൈകിട്ട് കൂറ്റൻ പരസ്യ ബോർഡ് വീണത്. ഇന്ധനം നിറയ്ക്കാനെത്തിയ വാഹനങ്ങൾ അപ്പാടെ തകർന്ന നിലയിലാണ്. 50ഓളം വാഹനങ്ങളുടെ ശവപ്പറമ്പായി പമ്പ് മാറി. ഭാരമേറിയ ഇരുമ്പ് അവശിഷ്ടങ്ങൾ നീക്കി അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുക്കാനുള്ള ശ്രമം ഏറെ ദുർഘടം. सबसे पहले तो कंट्रैक्टर का जो भी है वो सबसे बड़ी कमी है. दूसरी बात यह है कि करवाने वाले जो मेन सेठ थे
ये उनकी कमी है। तीसरी बात यह है कि ये प्रशासन की कमी है। അനുമതിയില്ലാതെയാണ് കൂറ്റൻ പരസ്യ ബോർഡ് കെട്ടിപ്പൊക്കിയതെന്ന് മുംബൈ കോർപ്പറേഷൻ ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ്. ഇത്രയും വലിയ ബോർഡുകൾക്ക് സാധാരണ അനുമതി നൽകാറുമില്ല. കൂറ്റൻ ഇരുമ്പ് പരസ്യ ബോർഡിനെ താങ്ങി നിർത്താനുള്ള കരുത്ത് അതിന്റെ തറയ്ക്കില്ലെന്ന് വ്യക്തമാണ്. ഈ പരസ്യ ബോർഡിന്റെ തറയ്ക്ക് ആകെയുള്ളത് 3 അടിയോ 4 അടിയോ താഴ്ച മാത്രമാണ്. അതായത് വലിയൊരു കാറ്റടിച്ചാൽ അനായാസം തറയോടെ ഇളകി മാറാവുന്ന സാഹചര്യം. അത് തന്നെയാണ് ഈ ദുരന്തത്തിലും സംഭവിച്ചത്. അത് കാര്യം എന്ന് വെച്ചാൽ അത് ഇത്തിരി മജബൂത്തുള്ളതിൻ്റെ അടുത്താണ് ഇതുണ്ടായതില്ല. ഇത് കംപ്ലീറ്റ് വീഴുന്നു, കംപ്ലീറ്റ് നാശനഷ്ടം ഉണ്ടായി. ഇതിൻ്റെ മെയിൻ ഇത് കോണ്ടക്ടറും പിന്നെ ഈ മോലാളിയുമാണ്. കാറ്റടിച്ചാൽ സമ്മർദ്ദം കുറയ്ക്കാനുള്ള ദ്വാരങ്ങളും ബോർഡിൽ ഉണ്ടായിരുന്നില്ല. സമീപത്ത് 3 ബോർഡുകൾ കൂടി ഈ വിധം സ്ഥാപിച്ചിട്ടുണ്ട്. ബോർഡ് സ്ഥാപിച്ച ഈഗോ മീഡിയ എന്ന കമ്പനിയുടെ ഉടമകൾക്കെതിരെ നരഹത്യ അടക്കം വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തത്. കൂറ്റൻ ഇരുമ്പ് പാളികൾ മുറിച്ചു മാറ്റി ഇവിടെയുള്ള അവശിഷ്ടങ്ങളാകെ നീക്കം ചെയ്യാൻ ഇനിയുമേറെ ദിവസങ്ങളെടുക്കും. അതിനുള്ള തീവ്ര പരിശ്രമത്തിലാണ് രക്ഷാദൌത്യ സംഘം. ഘാട്ട്കോപ്പറിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. സമരം തുടരുന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ ചർച്ചയ്ക്ക് വിളിച്ച് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ തൊഴിലാളി സംഘടനാ പ്രതിനിധികളെയും ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പ്രതിഷേധത്തെ തുടർന്ന് സംസ്ഥാനത്ത് ഇന്നും ടെസ്റ്റുകൾ മുടങ്ങി. തിരുവനന്തപുരത്ത് ടെസ്റ്റിനെത്തിയ മകളെയും തന്നെയും സമരക്കാർ അസഭ്യം പറഞ്ഞെന്നാരോപിച്ച് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിനോദ് നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു. നാളെ വൈകിട്ട് 3 മണിക്കാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും ജീവനക്കാരുടെയും സംഘടനകളും ഗതാഗത മന്ത്രിയുമായുള്ള ചർച്ച. തുടർച്ചയായി ടെസ്റ്റ് മുടങ്ങുന്നത് പ്രതിസന്ധി സൃഷ്ടിച്ചതോടെയാണ് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ വിവിധ സംഘടനകളെ ചർച്ചയ്ക്ക് വിളിച്ചത്. CITU ഉൾപ്പെടെയുള്ള സംഘടനകൾ ചർച്ചയിൽ പങ്കെടുക്കും. ഓരോ സംഘടനകളിൽ നിന്നും 2 പ്രതിനിധികളെയാണ് ചർച്ചയ്ക്ക് ക്ഷണിച്ചത്. ഇന്നും സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ടെസ്റ്റ് മുടങ്ങി. തിരുവനന്തപുരം മുട്ടത്തറയിൽ പതിവ് പോലെ പോലീസ് സംരക്ഷണയിൽ MVD ഉദ്യോഗസ്ഥരെത്തിയെങ്കിലും സ്ലോട്ട് കിട്ടിയ 40 പേരിൽ 2 പേർ മാത്രമാണ് ടെസ്റ്റിനെത്തിയത്. 2 പേർക്കും വാഹനമില്ലാത്തതിനാൽ പരീക്ഷയിൽ പങ്കെടുക്കാനായില്ല. കോഴിക്കോടും സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായി. പരിഷ്കരണം പിൻവലിക്കാതെ പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് സമരസമിതി. നമുക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുമെങ്കിൽ സമരം പിൻവലിക്കും, അല്ലാന്നുണ്ടെങ്കിൽ സമരമാർഗങ്ങളും കോടതി മാർഗങ്ങളായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. അതേസമയം തിരുവനന്തപുരം മുട്ടത്തറയിൽ ടെസ്റ്റിനെത്തിയ മകളെയും തന്നെയും തടയുകയും അസഭ്യം പറയുകയും ചെയ്തുവെന്നാരോപിച്ച് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിനോദ് നൽകിയ പരാതിയെ തുടർന്ന് വലിയതുറ പോലീസ് കേസെടുത്തു. കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെയാണ് കേസെടുത്തത്. ടെസ്റ്റ് പരാജയപ്പെട്ടതിന് പിന്നാലെ പെൺകുട്ടിയെ കൂവി സമരക്കാർ പ്രതിഷേധിച്ചിരുന്നു. 24 തിരുവനന്തപുരം. ലിമിറ്റഡ് എഡിഷൻ MS ധോണി കളക്ടേഴ്സ് പാക്കുകൾ അവതരിപ്പിച്ച് ലേസ്. ഗുരുഗ്രാമിൽ നടന്ന ചടങ്ങ് ധോണി ആരാധകർ ആഘോഷമാക്കി. രാജ്യവ്യാപകമായി വിപണനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ലിമിറ്റഡ് എഡിഷൻ പാക്കുകൾ സ്വന്തമാക്കാൻ ആരാധകർക്ക് അവസരമൊരുക്കുകയായിരുന്നു കമ്പനി. മൈതാനത്തിനകത്തും പുറത്തും ധോണിയുടെ നേട്ടങ്ങളെ ആഘോഷിക്കുകയായിരുന്നു ലേസ് എന്ന് പെപ്സിക്കോ ഇന്ത്യ പൊട്ടറ്റോ ചിപ്സ് കാറ്റഗറി ലീഡ് സൗമ്യ റാത്തോഡ് പറഞ്ഞു. നിലവിൽ കടകളിലും ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലും പുതിയ പാക്കുകൾ ലഭ്യമാണ്. അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ട്സ് പരീക്ഷയിൽ വീണ്ടും മികച്ച നേട്ടവുമായി പ്രമുഖ കൊമേഴ്സ് പരിശീലന സ്ഥാപനമായ ഇലാൻസ്. ഇക്കൊല്ലം 13 വിഷയങ്ങളിൽ നടന്ന പരീക്ഷയിൽ ഇലാൻസ് 1000+ പാസ് കരസ്ഥമാക്കി. കഴിഞ്ഞ വർഷവും സ്ഥാപനം ഈ നേട്ടം സ്വന്തമാക്കിയിരുന്നു. 5 വർഷത്തിനിടെ ACCA പരീക്ഷകളിൽ 29 വേൾഡ് റാങ്കുകളും 56 നാഷണൽ റാങ്കുകളും ഇലാൻസിനുണ്ട്. ACCA പഠന കേന്ദ്രങ്ങൾക്ക് മികവിന്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന പ്ലാറ്റിനം അപ്രൂവലും ഇലാൻസ് കരസ്ഥമാക്കിയിട്ടുണ്ട്. ശിശുക്ഷേമ സമിതിയുടെ കിളിക്കൂട്ടം അവധിക്കാല ക്യാമ്പിൽ മന്ത്രി വി ശിവൻകുട്ടി എത്തിയത് കുട്ടികളിൽ കൗതുകവും സന്തോഷവും ഉണ്ടാക്കി. കുട്ടികളെ കാണാൻ മാത്രമല്ല സംവാദത്തിനും കൂടിയാണ് മന്ത്രി എത്തിയത്. കുരുന്നുകളുടെ ചോദ്യങ്ങൾ കേട്ടുനിന്നവരിലും ചിരി പടർത്തി. മെയ് 25 വരെയാണ് കിളിക്കൂട്ടം അവധിക്കാല ക്യാമ്പ്. ഇതിനിടയിൽ ക്യാമ്പിലേക്ക് എത്താമെന്ന് വാക്കുകൊടുത്ത വിദ്യാഭ്യാസ മന്ത്രി അതങ്ങ് പാലിച്ചു. മന്ത്രി അപ്പൂപ്പനെത്തിയത് കുട്ടികളിൽ സന്തോഷച്ചിരിയുണ്ടാക്കി. മന്ത്രി വെറുതെ വന്നങ്ങ് പോയില്ല. കുട്ടികളുടെ ചോദ്യത്തിന് അവരുടെ രീതിയിൽ തന്നെ മറുപടിയും കൊടുത്തു. പഠന വിഷയം മുതൽ രാഷ്ട്രീയം വരെയായി മാറി ആ ചോദ്യങ്ങൾ. പാട്ട് പാടാൻ പറ്റുമോ സാറ്? അതൊഴികെ വേറെ എന്ത് വേണം ചെയ്യാം? ഒരു പ്രസംഗം നടത്താം സാർ. ഇപ്പോൾ നടന്ന ഇലക്ഷനിൽ വിജയം ആർക്കായിരിക്കും? മോള് പറ മോക്ക് എന്താ തോന്നുന്നത്? അപ്പൊ എന്തായാലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആള് ചോദിക്കും ഇതന്നല്ലോ. ക്യാമ്പിൽ താരമായത് രാമപുരം ഗവൺമെന്റ് UPSലെ അർഷികയാണ്. ചോദ്യം ഗൗരവകരം. തങ്ങളുടെ ചോർന്നൊലിക്കുന്ന സ്കൂൾ കെട്ടിടത്തിന് പരിഹാരമുണ്ടാക്കണമെന്നായിരുന്നു ആവശ്യം. എന്റെ സ്കൂൾ അടിസ്ഥാനം കുറവുണ്ട്.
ചോർന്നൊലിക്കുന്ന കെട്ടിടങ്ങളാണ് അവിടെ ഉള്ളത്. ഏത് സ്കൂളാ? ഗവൺമെന്റ് UPS രാമപുരം. കേട്ട മാത്രയിൽ മന്ത്രി പരിഹാരമുണ്ടാക്കാമെന്ന് സമ്മതിച്ചു. കെട്ടിടം കെട്ടണോ? ഒരു കാര്യം ചെയ്യ്, പുതിയ കെട്ടിടം കെട്ടുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് അനുവദിക്കാം. നിങ്ങളുടെ ഹെഡ് മാസ്റ്ററോട് ഒരു നിവേദനം നൽകാൻ വേണ്ടി പറയാം. നന്ദി സാർ. സന്തോഷം മറച്ചുവെക്കാതെ അർഷിക പ്രധാന അധ്യാപികയെയും കാര്യമറിയിച്ചു. അർഷികയുടെ ഇടപെടലിന് സ്കൂളിന്റെ നന്ദി. ഹലോ പറഞ്ഞു ടീച്ചർ. ഞാൻ പറഞ്ഞു. സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. പുതിയ അധ്യയന വർഷത്തിൽ കുട്ടികൾക്കെല്ലാം വിജയാശംസകൾ നേർന്നുകൊണ്ട് മന്ത്രി മടങ്ങി. പിന്നാലെ ചിരിയും കളിയുമായി കുരുന്നുകൾ. 24 തിരുവനന്തപുരം. KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി വൈദ്യശാലയുടെ 150-ാം വാർഷികാഘോഷത്തിന് തുടക്കമായി. പൊതുസമ്മേളനം VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ ഭക്ഷ്യോൽപ്പന്ന വിഭാഗത്തിന്റെ ഉദ്ഘാടനം ഫാദർ ഡോക്ടർ നെവീൻ ആട്ടോക്കാരൻ നിർവഹിച്ചു. പുതിയ കോർപ്പറേറ്റ് ഓഫീസ് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കണ്ടംകുളത്തി വൈദ്യശാല MD KP വിൽസൺ അധ്യക്ഷനായി. കണ്ടംകുളത്തി ബ്രിജിറ്റ പത്രോസ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിനുള്ള 1 ലക്ഷം രൂപ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റോസ്മേരി വിൽസൺ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടിന് കൈമാറി. ജനറൽ മാനേജർ PP വർഗീസ് സ്വാഗതവും ഡയറക്ടർ പത്രോസ് വിൽസൺ നന്ദിയും പറഞ്ഞു. വയനാട് പടിഞ്ഞാറത്തറ 16-ാം മൈലിൽ സാമൂഹിക വിരുദ്ധർ വാഴകൃഷി വെട്ടിനശിപ്പിച്ചു. 800-ലധികം വാഴകളാണ് നശിപ്പിച്ചത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജോർജ് ചാക്കാലിക്കൽ, ബഷീർ തോട്ടോളി, ബിനു കളപ്പുരയ്ക്കൽ എന്നിവർ ചേർന്നാണ് വാഴകൃഷി ചെയ്തത്. ഇവരുടെ തോട്ടത്തിലെ 800ഓളം വാഴകൾ ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. മൂർച്ചയേറിയ ആയുധം കൊണ്ട് മുറിച്ച നിലയിലാണ് വാഴകൾ. ഇറിഗേഷൻ ഉപയോഗിക്കുന്ന പൈപ്പുകൾ വരെ മുറിച്ചിട്ടുണ്ട്. മിഷൻ വാൾവോ വെച്ചാണെന്ന് ഞങ്ങൾക്ക് സംശയം. കാരണം അതേപോലെയാണ് മുറിഞ്ഞിരിക്കുന്നത്. കത്തിയുണ്ട്. ഒരാൾ കൊണ്ടൊന്നും ചെയ്തല്ലെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങളിലായിട്ട് ആരെ ഉപദ്രവിച്ചോ, ഞങ്ങൾ ഇപ്പോൾ തൊഴിലാളികളായിട്ടോ അയൽവാസികളായിട്ടോ ആരും ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചെയ്ത് എന്തുകൊണ്ട് എന്ത് വില കൊടുത്തിട്ട് ഇത് പിടിച്ചേ മതിയാവും. കുലിച്ചതും മൂപ്പെത്തിയതുമായ വാഴകളാണ് വെട്ടിനശിപ്പിച്ചത്. 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി കർഷകർ പറയുന്നു. സംഭവത്തിൽ പടിഞ്ഞാറത്തറ പോലീസ് അന്വേഷണം ആരംഭിച്ചു. 24 വയനാട്. CPIM നിയന്ത്രണത്തിലുള്ള കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ 4.76 കോടിയുടെ തട്ടിപ്പ് നടന്നതായി കണ്ടെത്തൽ. അംഗങ്ങൾ അറിയാതെ അവരുടെ പേരിൽ ബാങ്ക് സെക്രട്ടറി K രതീശൻ സ്വർണ്ണവായ്പ എടുത്തെന്നാണ് പരാതി. ഇയാൾക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. തട്ടിപ്പ് നടന്നത് CPIM നേതൃത്വത്തിന്റെ അറിവോടെയെന്ന് കോൺഗ്രസും BJPയും ആരോപിച്ചു. CPIM നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിലാണ് വൻ ക്രമക്കേട് കണ്ടെത്തിയത്. ഇല്ലാത്ത ആളുകളുടെ പേരിൽ സ്വർണം വായ്പയെടുത്തു, പണയം വെച്ച സ്വർണം കടത്തിക്കൊണ്ടുപോയി അപെക്സ് ബാങ്ക് സൊസൈറ്റിക്ക് നൽകിയ പണം തട്ടിയെടുത്തു എന്നിങ്ങനെയാണ് പരാതി. സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. തുടർന്ന് ബാങ്ക് പ്രസിഡന്റ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കേസെടുത്തതിന് പിന്നാലെ ബാങ്ക് സെക്രട്ടറി K രതീശനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇപ്പോൾ ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റിനും ഞങ്ങൾക്കും സെക്രട്ടറി മാത്രമേ ഞങ്ങൾക്കിപ്പോൾ കിട്ടിയ വിവരം വെച്ചുള്ളൂ. സെക്രട്ടറി ഒരാൾ. ഇതിലാരെങ്കിലും കൂട്ടുന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കുകയും പോലീസ് കൂടി അന്വേഷിക്കണം. അപ്പോൾ ഞങ്ങളുടെ മാത്രം അന്വേഷണത്തിൽ വരുന്ന കാര്യമല്ല. CPIM നേതൃത്വത്തിന്റെ അറിവോടെയാണ് തട്ടിപ്പ് നടന്നതെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ. സൊസൈറ്റി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് CPMന്റെ അറിവോടുകൂടി ഈ സംഘത്തിൻ്റെ ഭരണസമിതിയുടെ അറിവോടുകൂടി നടന്ന വൻ തട്ടിപ്പായിരുന്നു. സെക്രട്ടറി മാത്രം ഉത്തരവാദിത്വം. സെക്രട്ടറി ഇപ്പോൾ ഈ ഭരണസമിതിയും CPMന്റെ ഉന്നത നേതൃത്വം ഒരു കരുമാത്രമാക്കുകയാണ്. സമഗ്ര അന്വേഷണം വേണമെന്ന് BJP സംസ്ഥാന സെക്രട്ടറി K ശ്രീകാന്ത് ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഈ സംഭവം പുറത്ത് വന്നപ്പോൾ CPM സെക്രട്ടറിയെ മാത്രം വഴിചാരിക്കൊണ്ട് അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഭരണസമിതിയും CPMും ചെയ്യുന്നത്. അവരുടെ മുഖം രക്ഷിക്കലാണ്. കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിയാൽ CPMന്റെ ഉന്നത നേതൃത്വവും ഇതിൽ കുടുങ്ങുമെന്നുള്ളതാണ്. ബാങ്ക് സെക്രട്ടറിയെ കൂടാതെ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന അന്വേഷണത്തിലാണ് പോലീസ്. ഒളിവിൽ പോയ രതീശൻ കർണാടകത്തിലുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച വിവരം. 24 കാസർഗോഡ്. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. എറണാകുളം കുമ്പളങ്ങയിൽ കോളേജ് വിദ്യാർത്ഥിനിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മഹാരാജാസ് കോളേജിൽ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ ആര്യ ശിവജിയാണ് മരിച്ചത്.
കാസർഗോഡ് പടന്ന കാവുന്തലയിൽ പാടശേഖരത്തിൽ തീപിടുത്തം 1 കിലോമീറ്ററോളം തീപടർന്നു. അഗ്നിശമന സേനയ്ക്ക് സ്ഥലത്തെത്താൻ കഴിഞ്ഞിട്ടില്ല. പത്തനംതിട്ടയിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മുങ്ങിയ പ്രതിക്ക് ഓടുന്നതിനിടെ വീണു പരിക്കേറ്റു. വധശ്രമ കേസിൽ പ്രതിയായ പുത്തൻപീടിക സ്വദേശി വിപിനാണ് വൈദ്യപരിശോധനയ്ക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. പ്രൈം ടൈം ന്യൂസിന്റെ സമയം പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.